ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റിന് റിവീൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഹൈടെക് കോഴിക്കോടാണ്. സോ ഇത് നമ്മൾ ഹൈടെക് കോഴിക്കോടാണ് ഗൈസ്. എൻ്റെ വീട്ടിലൊരു 3 പീസ് ഉണ്ട് ഗൈസ്. ഓക്കെ, ആൾമോസ്റ്റ് ഏകദേശം വാങ്ങിച്ചിട്ട് ഒരു 2 to 1 year ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കറക്റ്റ് എനിക്ക് കണക്കറിയത്തില്ല. സോ ഇതേപോലെ മുട്ടയൊക്കെ ഫ്രണ്ടിൽ വന്ന് വീഴും. സോ ഹൈടെക് എന്ന് പറയുമ്പോൾ തന്നെ പേര് പോലെ തന്നെ കുറച്ച് ഹൈടെക് ആണ്. ബട്ട് എനിക്ക് കണ്ടുകൊണ്ട് ഹൈടെക് ആയിട്ടൊന്നും തോന്നുന്നില്ല ഗൈസ്. ഓക്കെ, ആൾമോസ്റ്റ് നോർമലിസ്റ്റ് പോലെ തന്നെ തോന്നണത്. കാരണം വേറെ ഹൈടെക് എന്ന് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. സോ ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കമന്റ് അടിക്കുക ഗൈസ്. ഒക്കെ മിക്ക ആൾക്കാർ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യണം. ഓക്കെ, ഓൾമോസ്റ്റ് ഇതേപോലെ താഴെയാണ് മുട്ടയൊക്കെ വന്ന് വീണത്. സോ അതേപോലെ ഒരു ഓസ് വെച്ചിട്ടില്ല ഗൈസ്, അവിടെയാണ് നമ്മൾ തീറ്റയായിട്ട് കൊടുക്കേണ്ടത്. സോ ഇത് വെള്ളത്തിൻ്റെ ഒരു ടാങ്കാണ് ഗൈസ്. ഇത് കാണുന്നത് രണ്ട് കണക്ഷനായിട്ട്, രണ്ട് ശാഖയായിട്ട് ഇപ്പം രണ്ട് സൈഡുള്ള കോഴിയൊക്കെ കുടിക്കാം. ഈ കൂട്ടിൽ കുറച്ച് കോഴികൾ ഗൈസ്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ 1 year ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പഠിച്ച് വിറ്റായിരുന്നു ഗൈസ്. ഓക്കെ, ഓൾമോസ്റ്റ് അടിയിലാണ് വേസ്റ്റൊക്കെ വന്ന് വീണത്. പിന്നെ ഇവിടെയാണ് ഫീഡിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. സോ അടിയിൽ മുട്ട വന്ന് വീഴും. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിലാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. സോ എന്താ പറയുക, എനിക്ക് ഇഷ്ടമാണെങ്കിൽ അത്ര വെച്ചാൽ മതി കേസ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 50 കോഴിയൊക്കെ ചെറിയൊരു സ്പേസിൽ വളർത്താൻ പറ്റും. അപ്പം അത്ര ഉള്ളൂ കേസ്. സബ്സ്ക്രൈബ്.